തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറായിരുന്ന യദുവും തമ്മിലുള്ള തർക്കവും കേസുമൊക്കെ വലിയ രീതിയിൽ വിവാദമുണ്ടായതാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തപ്പോഴാണ് വീണ്ടും മേയർ ആര്യ രാജേന്ദ്രനും യദുവും തമ്മിലുള്ള ആ തർക്കവും ആ കേസുമൊക്കെ വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനും യദുവുമായുണ്ടായിരുന്ന അന്നത്തെ ആ തർക്കവും ആ കേസും വീണ്ടും സജീവമായി സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാവുകയാണ്. ചർച്ചയാവുന്നെന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ചർച്ചയാവണമെന്ന് വെച്ചാൽ ഈ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ 50 സീറ്റും പിടിച്ചതിൻ്റെ ഒരു തിരിച്ചടി പ്രമാണിച്ചാണ്. അല്ലെങ്കിൽ ഈ കേസ് അങ്ങനെ തന്നെ ഇരിക്കും, ആരും അന്വേഷിക്കുക പോലുമില്ല. ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ ഇത് വന്നപ്പോൾ അന്വേഷിക്കുന്നു. അല്ലാതെ കേസ് പരമായിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരെയും സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ പൊതുവേ 2 ദിവസമായിട്ട്, ഇപ്പോൾ കുറച്ച് മാസമായി, 1 മാസമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് ഒരിടത്ത് ജോലിക്ക് സ്ഥിരമായിട്ട് പോകാൻ നിവൃത്തിയില്ല. ഒരു ജോലി സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഇവരായിട്ട് അത് ഇവരെ കാരുണ്യം കൊണ്ട് അത് നിർത്തി തന്നു. പിന്നെ കുടുംബത്തിൽ ഒരുപാട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അവരൊക്കെ വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് ഒരു ജോലിക്ക് ഇറങ്ങി പോകാനും പറ്റില്ല. കുഞ്ഞുള്ളതുകൊണ്ടേ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ. അത് ജനങ്ങളാണ് ഈ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എല്ലാവരും പറയുന്നത് ഏതു കാരണമാണ് അവർ തോറ്റത്, അങ്ങനെയൊന്നുമല്ല. അത് ജനങ്ങൾക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് ജനങ്ങൾ എന്നെ പോലത്തെ എത്രയേ ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാരെ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ജനങ്ങൾ, അല്ലാതെ എൻ്റെ ബ്രാക്കോ ഓരോരുത്തർ പറയുന്നത് നിൻ്റെ ബ്രാക്ക് കാരണമാണ് ഏതു ഇന്ന് സുഖമായിട്ട് ഉറങ്ങും. എനിക്ക് അന്നത്തെ ദിവസം ഉറക്കം കുറവായിരുന്നു സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആരെയും ബ്രാവാനും അങ്ങനെ ഒരു മനസ്സല്ല. ഇത് ശരിക്കും ആഗ്രഹിച്ചിരുന്നോ CPM അല്ലെങ്കിൽ LDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഭരണം നിലനിർത്തണം കോർപ്പറേഷൻ എന്ന് ഏതും ആഗ്രഹിച്ചിരുന്നു? അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. നമ്മുടെ അനുഭവമല്ലേ. അവർ ഒന്നാമത് ഇപ്പോഴേ എന്നെ നല്ല രീതിയിൽ ദ്രോഹിച്ച ആൾക്കാരാണ്. അപ്പം ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പോലെ തിരുത്താനുള്ള അവസരം കൊടുക്കുകയും അല്ലാതെ അവരെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാത്ത ഒരാൾക്കാരാണ്. അപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ ജോലി എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. അതും ഞാൻ മനസാവാച കർമ്മണ ചെയ്യാത്ത കുറ്റത്തിനാണ്. അല്ല ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കേട്ടിരുന്നെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ ജോലി അതുകൊണ്ടാണ് പോയെന്നുള്ളത്. പക്ഷേ നമ്മളൊന്നും ചെയ്യാത്തതിനെ കേൾക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസികമായിട്ട് നല്ല വിഷമമുണ്ട്. റിസൾട്ട് വന്നപ്പോൾ എന്ത് തോന്നി? ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നി. ജനങ്ങൾ നമ്മളെ പോലെ ഒരു പാർട്ടിയിൽ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒരു പാർട്ടി ഭേദമന്യേ വോട്ട് കൊടുക്കുന്ന ആൾക്കാർ, അവരെ വിജയം തന്നെയാണ്. ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടി എന്നുള്ള അർത്ഥമാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ആ സമയത്ത് പിന്നെയും ചർച്ചയായപ്പോൾ ഇങ്ങനെ നിരവധി ഫോൺ കോളുകളൊക്കെ വന്നു പേഴ്സണലായിട്ടല്ല, ഇത്രയും കാലം വിളിക്കാത്ത ചാനലുകാരെല്ലാം വിളിച്ചു. ഇത്രയും കാലം കേസ് അവരെ പേര് 1-ാം പ്രതി 2-ാം പ്രതിയും ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് പോലും ആരും സപ്പോർട്ട് ചെയ്യാനോ വന്നിട്ടില്ല. ഒരു പാർട്ടി ആൾക്കാർ പോലും ഈ പറയുന്ന BJP ആയാലും കോൺഗ്രസ് ആയാലും ആരും സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ കേസ് പറഞ്ഞതും കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് കേസിൻ്റെ ഇതിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം വരെ ആരും ജോലി വാഗ്ദാനമോ അല്ലെങ്കിൽ നമ്മളെ ഉണ്ടെന്നോ പറഞ്ഞോ വാക്കിന് പോലും ആരും ഇല്ല. കേസിൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? കേസിൻ്റെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു. 2 പേരെ ഒഴിവാക്കിയുകൊണ്ട് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു. 1-ാം പ്രതി 2-ാം പ്രതിയെ ഉൾക്കൊള്ളിച്ച് 3ഉം 4ഉം 5ഉം 6ഉം ഒരു പ്രതിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ മുഴുവൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്. അപ്പം മെമ്മറി കാർഡ് പോയതിൽ നമുക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം വണ്ടി ഡിപ്പോയിൽ തിരിച്ചെത്തുന്നവരെ ഈ കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ടായിരുന്നു. കണ്ടക്ടർ നേരെ റഹീമിനെയാണ് വിളിച്ചത്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവരെല്ലാവരും ഗൂഢാലോചന പ്രകാരമായിരിക്കും മെമ്മറി കാർഡ് പോയത്. അത് എനിക്കുള്ള വലിയൊരു തെളിവാണ് ഇവർ നശിപ്പിച്ചത്. എന്നിട്ട് പറയുന്നത് അവർ പ്രതികളല്ലെന്നാണ് പറയുന്നത്. അവരെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കാനുള്ളതൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കോടതിയിൽ? മേൽക്കോടതിയിൽ നമ്മളിപ്പോൾ വഞ്ചിയൂർ 3-ാം കോടതിയാണ്. 3-ാം കോടതിയിലാണ് 20-ാം തീയതി മൊഴി കൊടുക്കുകയാണ്. മൊഴി കൊടുത്തു കഴിയുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്നും സ്റ്റാറ്റസ് അറിയാൻ അപ്പോഴേ പറ്റുള്ളൂ. ഇവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ ഹർജി അത് തന്നെ 2-ാമത് ഞാൻ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുത്തതാണ്. എൻ്റെ സ്വമേധയുള്ള ഇതാണ്. അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടോ അവർ ഇത് അനീതിയാണെന്ന് പറഞ്ഞ് ആരും സംസാരിച്ചിട്ടോ ഈ
ഒറ്റ ആൾക്കാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് പാവപ്പെട്ടവൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരെ ഈ കോർപ്പറേഷൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയത് എത്ര 25 വർഷമോ 30 വർഷമായിട്ട് ഇത് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. അത് പോയതിൽ അത് ഇവർ മെയിൻ പങ്ക് മേയറാവാനാണ് സാധ്യത. അവർ ആ അധികാരത്തിൻ്റെ ഒരു ഉങ്കും മറ്റേ ചെറിയവനെന്നാണ് നമ്മളൊരു ചെറിയ പുച്ഛത്തോടെയാണ് കാണുന്നത് ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു യഥാർത്ഥ വിധി ഇപ്പോൾ ഉണ്ടായി എന്ന് യദു കരുതുന്നുണ്ട്. യഥാർത്ഥ വിധി എന്ന് വെച്ചാൽ ഇവരെ ഇനിയും സപ്പോർട്ട് ചെയ്യും. ഇത്രയും തോന്നിയ കാണിച്ചാലും പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ്, എന്ത് തോന്നിയ കാണിച്ചിട്ട് വന്നാലും ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ് പ്രത്യേകത. അണികളെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്ത് തോന്നിയ കാണിച്ചാലും ഇപ്പോൾ വേണ്ടില്ലേ പറഞ്ഞ തീവ്രത അളക്കാൻ വരെ മിഷ്യമുണ്ട്. അതിപ്പോൾ നമ്മളെ ആംഗ്യം കാണിച്ചെന്ന് പറയുന്നത് ഈ തീവ്രത അളക്കാനുള്ള മിഷൻ എന്ന് വെച്ചാൽ അവർ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിന് തീവ്രത അളക്കാൻ മിഷ്യമുണ്ട്. ബാക്കിയുള്ള സാധാരണപ്പെട്ട ആൾക്കാരായാലും അതിൽ പ്രതി പോലും ആയിരിക്കില്ല, ഒന്നും കണ്ട പോലും കാണില്ല. ഇപ്പോൾ തന്നെ എന്നെ കുടിക്കേണ്ടില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടോ മാന്യമായിട്ടാണ് ആ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചത്. മാന്യമായിട്ട് സംസാരിച്ചിട്ട് പോലും ഈ ബസ് ഇത്രയും പൊക്കത്തിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയിൽ ആംഗ്യം കാണിച്ചെന്ന് തന്നെ ജനങ്ങൾ കണ്ട ജനങ്ങളും പൊട്ടന്മാരാണ്, നമ്മളും പൊട്ടന്മാരാണ്. ഇത് അവർ ഉണ്ടാക്കി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സഹോദരി, അച്ഛനും അമ്മയും മാമനും വല്യമ്മയും കുഞ്ഞമ്മയും ബന്ധുക്കളും എല്ലാം ഉണ്ട്. എനിക്ക് അവരെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു നാണക്കേടാണ്. എന്തെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനത്തെ രീതിയിലേ കണക്കാക്കുകയുള്ളൂ. നമ്മൾ ചെയ്തോ ഇല്ലേ എന്നല്ല, എന്നാലും എന്നെ അറിയാമെന്നുള്ള ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഇത് എന്താ ജോലി ചെയ്യുന്നത്? ഞാനിപ്പം പ്രൈവറ്റ് ബസ് ലീവോടെയാണ്. ലീവ് വിളിക്കുമ്പോൾ മാത്രം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്, അല്ലാതെ വേറെ ജോലി അങ്ങനെ ഇല്ല. ഈ ഒരു വരുമാനം തന്നെയാണോ വീട്ടിൽ? വരുമാനം ഈ ഒരു വരുമാനം അച്ഛന് തയ്യൽ മെഷീൻ്റെ ഇതുണ്ട്, സെയിലും സ്പെയർ പാർട്സും സർവീസുമാണ്. പക്ഷേ അച്ഛന് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. അച്ഛനും ഒരു സൈഡിൽ കിടപ്പായപ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഈ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടും ചിലവുമൊക്കെ വരില്ല? സാമ്പത്തിക പിന്തുണ നമ്മുടെ അഡ്വക്കേറ്റാണ്. അതാണ് മെയിൻ പിന്തുണ എന്ന് പറഞ്ഞാൽ. ആ 1,00,000 രൂപ നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ തന്നെ 10,000 രൂപ വക്കീൽ കയ്യിൽ നിന്നാണ് കൊടുത്തത്. ഈ കേസിനെല്ലാം വക്കീൽ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു വിധിയായിട്ടോ അല്ലെങ്കിൽ പൈസ കിട്ടിയിട്ടോ നമുക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊരു ആശ്വാസമാണ്. സപ്പോർട്ടായിട്ടുള്ള ആകെ വക്കീൽ മാത്രമോ, വക്കീലും കോടതിയും മാത്രമേ ഇനി രക്ഷയുള്ളൂ. പോലീസുകാരൊന്നും ഇവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കൂ. എന്നുവെച്ചാൽ ഭരണം അവരുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നീതി എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കുകയേ വേണ്ട. അവസാനം വരെയും പോരാടാൻ തന്നെയാണ് തീരുമാനം. പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ അവസാനം വരെ പോരാടണമല്ലേ. അതിൽ പോരാടിയില്ലെങ്കിൽ ഇവർ പറയും അവൻ തെറ്റുകാരനാണെന്ന് പറയും. ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു സംസാര പ്രകൃതമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തു വന്നതും. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ചെയ്ത് ചാനലിലൂടെയൊക്കെ ഓരോ വാർത്തകൾ കേൾക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഹാപ്പിയായി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ ഇത് താഴ്ന്ന് വീഴുമ്പോഴത്തേക്ക് അങ്ങനെ കൈയടിച്ച് സന്തോഷിക്കേണ്ട ഒരു കുടുംബമല്ല എൻ്റെ കുടുംബം. നമ്മൾ പാവപ്പെട്ട കുടുംബമാണ്. നമ്മൾ ഒരാൾ താഴ്ന്നെന്നും പറഞ്ഞുകൊണ്ട് നാളെ നമുക്കും വരാമെന്നുള്ള അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. എനിക്കതിൽ ഹാപ്പിയില്ല. പക്ഷെ എനിക്കൊരു അബദ്ധം വന്ന് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പരാതി ഇവരെ ഉന്നയിച്ച് ഇവരെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് സ്ത്രീയുടെ പരാതി ഉണ്ടാക്കിയിട്ട് ഇവർ കൈയൊട്ടിച്ചിരിക്കുമായിരിക്കും. എനിക്ക് ഒരിക്കലും അവരെ സൈഡിൽ നിന്ന് നോക്കണമെങ്കിൽ പോലും ഒരു സ്ത്രീ എന്നുള്ള ഇതിൽ പരിഗണനയിലാണ് ഞാൻ സംസാരിച്ചതും പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് എന്തെല്ലാം ഇവർ പറഞ്ഞു, ഇവരെക്കുറിച്ച് പറയാൻ ഇഷ്ടം പോലും ഉണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരു ചാനലിൽ പോലും നെഗറ്റീവ് ഈ മാഡത്തിനെക്കുറിച്ച് ആര്യയെക്കുറിച്ച് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതെന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൽ നിന്ന് വന്നാലേ നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് ആ രീതിയിലാണ് നമ്മളെ വളർത്തിയത്. എനിക്ക് സഹോദരിമാരുള്ളതാണ്. ഇപ്പോൾ ഈ തോൽവി ഏറ്റുവാങ്ങുന്ന സമയത്ത് പൂർണ്ണമായും അത് മേയർ ആര്യ രാജേന്ദ്രനെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നത്. ഒരു സ്ത്രീയാണ്, എന്നിട്ട് പോലും അവിടെ അങ്ങനെ ഒരു ആക്രമണം, സ്ത്രീക്ക് നേരെ സംഘടിതമായൊരു ആക്രമണം യദുവിൻ്റെ പേരും കൂടി ചേർത്ത് വെച്ചാണ് അന്നുണ്ടായൊരു സംഭവമൊക്കെ ചേർത്ത് വെച്ച് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവാൻ ഇത് കടന്നു പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. കടന്നു പോയിട്ടുണ്ടോ? ഞാനായിട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല. അത് ബാക്കിയുള്ള ആക്രമിക്കണേന് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. എനിക്കത് കടന്നു പോയെന്ന് പലതവണയും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ മനസ്സ് നമുക്കുണ്ട്, പക്ഷെ അവർക്കതില്ല.
അവരത് അർഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളായാലും ഈ സ്ത്രീയുടെ അത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പാവം എല്ലാവരും കൂടെ അവർ തെറ്റുകാരാണ്. പക്ഷേ എന്നാലും കുറേ കൂടെ അവരെ കുറച്ചും കൂടെ മാനസികപരമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ്. ഇവർ കാരണം ഞാൻ ഒത്തിരി അനുഭവിച്ചതാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും വേദന എല്ലാം എപ്പോഴും വേദന തന്നെയാണ്. അത് വിഷമവും ഒറ്റപ്പെടുത്തുമ്പോൾ ഉള്ള ആ വേദനയൊക്കെ അത് അനുഭവിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 35 വയസ്സായി. അവരെക്കാട്ടിയും ഒരു 10 ഓണമെങ്കിലും കൂടുതലും ഉണ്ട് കാണും. എന്നുവെച്ചാൽ സമൂഹത്തെക്കുറിച്ചറിയാം, ആളുകളെക്കുറിച്ചറിയാം, അമ്മയായിട്ട് കണക്കാക്കാനും പെങ്ങളായിട്ട് കണക്കാക്കാനും എനിക്ക് നല്ലവണ്ണം അറിയാം. അവർ പറയും പോലെ അങ്ങനെ അത്രയ്ക്ക് മറ്റേ സ്ത്രീരംഭണൻ എന്നൊക്കെ പറയുകയില്ലേ, പുരുഷന്മാരെയും അല്ലെങ്കിൽ സ്ത്രീകളെ ആയാലും രണ്ടുപേരെയും കുറച്ച് കാണേണ്ട കാര്യമല്ല. തുല്യത വേണമെന്ന് പറഞ്ഞിട്ട് തുല്യത ഉണ്ടാവുന്നില്ല, അതാണ് കാര്യം. പിന്നെ അതുമല്ലാതെ ഇവർക്ക് അത് ഇത്തിരി കടന്നു പോയി. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നെയാണ് ഈ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ വിഷമം. വേറെ ആരെയും വെച്ച് പറഞ്ഞത് കുഴപ്പമില്ല, എന്നെ ആയുധമാക്കി വെച്ചിട്ട് പറയുമ്പോഴത്തേക്കും ആ ഒരു വിഷമം അവർ എന്നെ വിചാരിക്കും ഇവൻ കാരണമാണല്ലോ ഇത്രയും ഉണ്ടായത്. ഒരു സ്ത്രീയുടെ മനസ്സല്ലേ, അവരൊന്ന് വിഷമിച്ച് ഒന്നുമല്ലെങ്കിലും പ്രാപിക്കഴിഞ്ഞാൽ നമുക്ക് വലിക്കുമെന്ന് പറയണേക്കാം. സ്ത്രീ ശാപം വലിയ ശാപമാണെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെ അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അവർ എൻ്റെ അടുത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞിട്ട് കോടതിയിൽ പോയി നീതി നേടാൻ, അതനുസരിച്ച് ഞാൻ കോടതിയിൽ തന്നെയാണ്. ഇപ്പോൾ ചാനലുകാരുടെ അടുത്ത് പോലും ഞാൻ ഈ സ്ത്രീ എന്നുള്ള ഇതിൽ ബഹുമാനം കൊടുത്ത് തന്നെയാണ് അവർ സംസാരിച്ചിട്ട്. അതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അർഹിക്കുന്നൊരു വിധിയാണ് നൽകിയതെന്ന് യദു പറയുന്നുണ്ടെങ്കിൽ പോലും യദുവിനെ മറയാക്കി മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണത്തിലും അത് തന്നെ മറയാക്കി അല്ലെങ്കിൽ തന്നെ ആയുധമാക്കുന്നതിലും യദുവിന് ദുഃഖമുണ്ട്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അൻഫ്രീ ഡിസൂസ.